ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബാക്ടീരിയൽ മോർഫോളജിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈഫ് സയൻസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ടോപ്പിക്സ് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്കും കൂടി, ഒരു ബ്ലോഗിൻ്റെ ലിങ്കും കൂടി, നമ്മുടെ ചാനലിൻ്റെ ബ്ലോഗിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതും കൂടി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നോട്ട്സും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബാക്ടീരിയൽ മോർഫോളജി. അപ്പോൾ നമുക്ക് നോക്കാം എന്താണത്. ബാക്ടീരിയൽ മോർഫോളജി refers to the physical characteristics and shapes of bacteria. Here are some key points about the bacterial morphology. ഓക്കെ, അപ്പം ഈ ഒരു ബാക്ടീരിയൽ മോർഫോളജി എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയയുടെ ഷേപ്പിനെ സ്റ്റഡി ചെയ്യുന്നതാണ് ബാക്ടീരിയൽ മോർഫോളജി എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് വൺ, സൈസ്. ബാക്ടീരിയ ആർ മൈക്രോസ്കോപ്പിക് ഓർഗാനിസം ദാറ്റ് ടിപ്പിക്കലി റേഞ്ച് ഇൻ സൈസ് ഫ്രം 0.2 to 5 micrometers in diameter. They are much smaller than most eukaryotic cell. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ബാക്ടീരിയയുടെ സൈസാണ്. ബാക്ടീരിയയുടെ സൈസ് എന്ന് പറയുമ്പോൾ ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസം ആയിരിക്കും അല്ലേ. പിന്നെ നമ്മുടെ സൈസ് എന്ന് പറയുന്നത് 0.2 to 5 micrometer ഡയമീറ്ററിലുള്ള അത്രയും സൈസിലായിരിക്കും ബാക്ടീരിയാസ് അല്ലെങ്കിൽ ഈ ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസം കാണുന്നത്. ദെൻ ഇവരുടെ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും പല ഷേപ്പ് ഉണ്ട്. ബാക്ടീരിയ ഹാവ് വേരിയസ് ഷേപ്പ് ഇൻക്ലൂഡിങ് ഫസ്റ്റ് വൺ കോക്കൈ. കോക്കൈ എന്ന് പറയുന്നത് റൗണ്ട് അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് വന്നിട്ട് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണി, സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ഓർത്തിരിക്കുക. അപ്പം കോക്കി എന്ന് പറയുമ്പോഴത്തേക്കും റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആയിരിക്കും. ദെൻ ബേസില്ലി എന്ന് പറയുമ്പം റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ ഇക്കോളൈ ഉണ്ട്, അതുപോലെ തന്നെ ബേസില്ലസ് ആന്ത്രാക്സിസ് ഉണ്ട്. റോഡ് ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആയിരിക്കും ബേസില്ലസ്. ദെൻ സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ ആയിരിക്കും സ്പൈറല എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ട്രിപ്പോണിമ പാലിഡം, അത് വിച്ച് കോസ് സിഫിലിസ് കോസ് ചെയ്യുന്നൊരു ഓർഗാനിസമാണ് നമ്മുടെ ട്രിപ്പോണിമ പാലിഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ സ്പൈറലായിട്ടുള്ളതായിരിക്കും. സ്പൈറൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസമാണ് വന്നിട്ട് നമ്മുടെ സ്പൈറില്ല. ദെൻ വിബ്രിയോ എന്ന് പറയുമ്പോൾ കേർഡ് ഇല്ലെങ്കിൽ കോമ ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ എക്സാമ്പിൾ വിബ്രിയോ കോളറെ. അതെന്ന് പറയുന്നത് നമ്മുടെ കോളറ കോസ് ചെയ്യുന്ന ഒരു കോസറ്റീവ് ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസമാണ് വിബ്രിയോ കോളറ എന്ന് പറയുന്നത്. അപ്പം വിബ്രിയോ എന്ന് പറയുമ്പം ഇങ്ങനെ ഇരിക്കും, കോമ മാതിരിയുള്ള ഒരു ഷേപ്പ്. അപ്പോൾ ഇത്രയാണ് ഷേപ്പ് എന്ന് പറയുന്നത്. കോക്കസ് ഉണ്ട്, ബേസില്ലസ് ഉണ്ട്, സ്പൈറലോ ഉണ്ട്, വിബ്രിയോ ഉണ്ട്. പിന്നെ ഒരെണ്ണമുള്ളതാണ് സ്പൈറോകീറ്റ്സ്. അതെന്ന് പറയുന്ന ഒരു കോർക്ക് സ്ക്രൂ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബാക്ടീരിയ ആയിരിക്കും. ബൊറീലിയ ബർഡോഫറി റെസ്പോൺസിബിൾ ഫോർ ലൈം ഡിസീസ് എ വെൽ നോട്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പഠിക്കണമെന്നില്ല, മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കോക്കൈ, ബേസില്ല, സ്പൈറലം, വിബ്രിയോ, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ സ്പൈറോകീറ്റ്സ് എന്താണെന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ അറേഞ്ച്മെൻറ്റ്. ബാക്ടീരിയൽ സെൽസ് ക്യാൻ അറേഞ്ച് ദംസെൽസ് ഇൻ ഡിഫറെൻറ്റ് പാറ്റേൺസ്. അപ്പോൾ ഈ ഒരു ബാക്ടീരിയൽ സെൽസിനെ പല പാറ്റേൺസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, ഡിപ്ലോ. ബാക്ടീരിയ ഫോം പെയേഴ്സ്, അതായത് രണ്ടെണ്ണം ഒരു പെയറായിട്ട് കാണുന്നതിനെയാണ് നമ്മൾ ഡിപ്ലോ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ എക്സാമ്പിൾ ഉണ്ട് നെസീരിയ ഗൊണോറിയെ, ദ കോസ് ഓഫ് ഗൊണോറിയയുടെ കോസറ്റീവ് ഏജൻ്റ് ആണത്, എക്സാമ്പിൾ ഓർത്തിരിക്കുക. ദെൻ സ്ട്രെപ്റ്റോ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ ഫോം ചെയിൻസ് ഓർ ലോങ് സ്ട്രാൻഡ്സ്. അപ്പം ഇത് രണ്ടെണ്ണമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് സ്ട്രെപ്റ്റോ എന്ന് പറയുമ്പോൾ ഇതുപോലെ ചെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചെയിനായിട്ട് കാണുന്നതിനാണ് സ്ട്രെപ്റ്റോം എന്ന് പറയുന്നത്. ദെൻ സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് റെസ്പോൺസിബിൾ ഫോർ സ്ട്രെപ്പ് ത്രോട്ട് ഈസ് എ സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് എന്നുള്ളത്, അത് ഓർത്തിരിക്കുക. ദെൻ സ്റ്റഫൈലോ. ബാക്ടീരിയ ക്ലസ്റ്റർ ഇൻ ഇറഗുലർ ഗ്രൂപ്പ്സ്. സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ഈസ് കോമൺ. ഇപ്പം ക്ലസ്റ്ററായിട്ട് ബാക്ടീരിയാസിനെ ഇങ്ങനെ ക്ലസ്റ്ററായിട്ട് ഇറഗുലറായിട്ട് കാണുന്നതാണ് സ്റ്റഫൈലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. ഇപ്പം ഡിപ്ലോ ഉണ്ട്, നമ്മുടെ എന്തിനെ ബേസ് ചെയ്ത ബാക്ടീരിയ സെൽസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ ബേസ് ചെയ്ത് ഡിപ്ലോ ഉണ്ട്, സ്ട്രെപ്റ്റോ ഉണ്ട്, സ്റ്റഫൈലോ ഉണ്ട്, ടെട്രാഡ് ഉണ്ട്. പിന്നെ ഒന്നാണ് സാർസീന. അതെന്ന് പറയുന്ന ബാക്ടീരിയ ഡിവൈഡ് ഇൻ 3 perpendicular planes റിസൾട്ടിങ് ഇൻ ക്യൂബോയിഡൽ പാക്കറ്റ് ഓഫ് 8 cells. സർസീന വെൻട്രിക്കുലി ഈസ് എ വെൽ നോൺ എക്സാമ്പിൾ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടി ഓർത്തിരിക്കുക, സർസീന വെൻട്രിക്കുലി. അപ്പോൾ ഇതെന്ന് പറയുന്ന 3 perpendicular planesലാണ് ബാക്ടീരിയനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താ, ഒരു ക്യൂബായിട്ടായിരിക്കും കാണുന്നത്. 8 cells ഉള്ള ഒരു ക്യൂബ് പാക്കറ്റായിട്ടായിരിക്കും നമുക്ക് ആ ഒരു അപ്പിയറൻസ്, ആ ഒരു ബാക്ടീരിയൽ ആ ഒരു അപ്പിയറൻസ് ഉണ്ടാവുക. അപ്പോൾ അതിനെയാണ് സാർസീന എന്ന് പറയുന്നത്. ഓക്കെ,
Then cell envelope. Bacterial cells have a cell envelope composed of plasma membrane and cell wall. ഇപ്പോൾ ഈ പറഞ്ഞ ബാക്ടീരിയയുടെ ആ ഒരു സെല്ലിൽ വന്നിട്ട് അവർക്ക് എന്താ ഉള്ളത്? സെൽ എൻവലപ്പ് ഉണ്ടല്ലേ. പ്ലാസ്മ മെമ്പറൈനും സെൽ വോളും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സെൽ എൻവലപ്പ് ഉണ്ട്. ദ സെൽ വോൾ പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ഒരു ബാക്ടീരിയയുടെ സെൽ വോൾ കൊടുക്കുന്ന ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും സപ്പോർട്ടിന് വേണ്ടിയിട്ടും ആയിരിക്കും. ദെൻ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഹാവ് എ തിക്ക് സെൽ വോൾ layer composed of peptidoglycan, while gram negative bacteria have a thin layer of peptidoglycan and an outer membrane. ഓക്കെ, അപ്പം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, അതിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ വരുമ്പോൾ അവർക്കൊരു തിക്കായിട്ടുള്ള സെൽ വോൾ ലെയർ ഉണ്ടായിരിക്കും. പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു തിക്ക് സെൽ വോൾ ലെയർ ആയിരിക്കും നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്കുള്ളത്. പക്ഷേ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ കേസിൽ വരുമ്പോഴത്തേക്കും ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ ലെയർ എന്ന് പറയുന്നത് തിന്നായിരിക്കും. അപ്പം അത് ഓർത്തിരിക്കുക. ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഒരു ടോപ്പിക്കായിട്ട് തന്നെ. ഓക്കെ, അതാണ് സെൽ എൻവലപ്പിൻ്റെ കേസൊക്കെ. ദെൻ അപ്പൻഡേജസ്. സം ബാക്ടീരിയ പോസസ് അപ്പൻഡേജസ് ദാറ്റ് എയ്ഡ് ഇൻ ദെയർ മൂവ്മെൻറ്റ് ഓർ അറ്റാച്ച്മെൻറ്റ്. അപ്പം ഈ ബാക്ടീരിയൽ സെല്ലിന് അപ്പൻഡേജസ് ഉണ്ട്. അത് അവരുടെ മൂവ്മെൻറ്റിനും അറ്റാച്ച്മെൻറ്റിനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അത് ഏതൊക്കെ ടൈപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഫ്ലജല്ല. ഫ്ലജല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ലോങ് ആയിട്ടുള്ള ഒരു വിപ്പ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. ബാക്ടീരിയയുടെ മോട്ടിലിറ്റിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ദേ ക്യാൻ ബി ലൊക്കേറ്റഡ് അറ്റ് വൺ. അതായത് ഈ ഒരു ഫ്ലജല്ല ഒരു എൻഡിലോ ഇല്ലെങ്കിൽ 2 എൻഡിലോ ഇല്ലെങ്കിൽ ഫുൾ ബാക്ടീരിയയുടെ സർഫസിലോ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനെ ബേസ് ചെയ്തും ബാക്ടീരിയസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മുമ്പോട്ടുള്ള ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ അതാണ് ഫ്ലജല്ല. ദെൻ പിലൈ ഓർ ഫിംബ്രിയെ. അപ്പം ഈ ഒരു പിലി അല്ലെങ്കിൽ ഫിംബ്രിയ എന്ന് പറയുന്ന ഷോർട്ടായിട്ടുള്ള ഒരു ഹെയർ ലൈക്ക് അപ്പൻഡേജസ് ആയിരിക്കും. ബാക്ടീരിയയിൽ നിന്ന് ഉള്ള ഒരു ഹെയർ ലൈക്ക് അപ്പൻഡേജസ് ആയിരിക്കും. അത് സെൽ സർഫസിലേക്കൊക്കെ പോയി അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു പിലിയും ഫിംബ്രിയയും. Then capsules. Some bacteria produce a slimy layer known as capsule which help protect them from the host immune system and aids in attachment. അപ്പോൾ ഈ ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുന്നതും ഇവരെ എന്താ പറയുന്നത് ചില ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ലൈമി ആയിട്ടുള്ളൊരു ലെയർ ആണല്ലേ. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യും, ഹോസ്റ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. Then spores. Certain bacteria have the ability to form spores which are dormant and highly resistant structures that enable survive in harsh conditions. അപ്പം ചില ബാക്ടീരിയാസ് വന്നിട്ട് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. അതെന്ന് പറയുന്നത് എന്തിനായിരിക്കും? ആ സ്പോറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡോർമെൻ്റ് ആയിട്ടില്ലെങ്കിൽ ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അവരേത് ഹാർഷ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിലും സർവൈവ് ചെയ്യും. അപ്പം അതിൻ്റെ എക്സാമ്പിളാണ് ബാസിലസ് ആന്ത്രാസിസ്, ക്ലോസ്ട്രിഡിയം ഡിഫിക്കൽ, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഒരെണ്ണമെങ്കിലും എക്സാമ്പിൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ബാക്ടീരിയൽ മോർഫോളജീനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മെൻഷൻ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന പലരും, നമ്മുടെ ചാനൽ വീഡിയോസ് കാണുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. അപ്പോൾ പ്ലീസ് ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചാനൽ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ കൂടുതൽ നോട്ട്സ് ഇടുന്നതായിരിക്കും. അതിനുള്ളൊരു മോട്ടിവേഷൻ എനിക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടി നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഉറപ്പായിട്ട് മെൻഷൻ ചെയ്യുക. എന്തെങ്കിലും പുതിയ സീരീസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി പറയുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.